സൈലം ലേണിംഗ് അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ നമുക്ക് എല്ലാവർക്കും അല്ലെ പൊതുവെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്ന ഒരു ഏരിയ ആണ് ബീജഗണിതം അല്ലെങ്കിൽ ഓൾജിബ്ര എന്ന് പറയുന്നത്. കുറച്ച് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചാപ്റ്റർ, കുറച്ച് ആൾക്കാർ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പൊ ഇനി ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്കും ഒന്നും ടെൻഷൻ വേണ്ട. ഈ ഒരു ചാപ്റ്ററിന് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, അതെങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന് ആനുവൽ എക്സാമിന് ഏത് ചോദ്യം വന്നാലും എൻ്റെ മക്കൾക്ക് കൃത്യമായിട്ട് എഴുതാനായിട്ട് പറ്റും. ചോദ്യം എങ്ങനെയാണ് ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ്. ഇത് ഇങ്ങനെ തന്നെയും കുറച്ച് മാറ്റങ്ങളോട് കൂടി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. അപ്പൊ എങ്ങനെയാ ചെയ്യാൻ നോക്കിയാലും ചോദ്യം വായിച്ചു നോക്കാം. ആഡ് എനി 2 ഡിജിറ്റ് നമ്പർ, ഏതെങ്കിലും രണ്ടക്ക സംഖ്യയും പിന്നെ എന്താ ചെയ്യേണ്ടത്, നമ്പർ ഗോട്ട് ബൈ റിവേഴ്സിംഗ് ദ ഡിജിറ്റ്, അതിന്റെ അക്കങ്ങൾ തിരിച്ചെഴുതിയിട്ടുള്ള നമ്പറും തമ്മിൽ കൂട്ടുക. എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര വൈ ഓൾ സച്ച് നമ്പേഴ്സ് സംസ് ആർ മൾട്ടിപ്പിൾ ഓഫ് 11. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു 2 ഡിജിറ്റ് നമ്പർ എടുക്കുക. ഞാനൊരു 2 ഡിജിറ്റ് നമ്പർ എടുത്തു, അതിന്റെ അക്കങ്ങൾ തിരിച്ചെഴുതുക. ഓക്കെ, അക്കങ്ങൾ തിരിച്ചെഴുതുക, എന്നിട്ട് അവരെ കൂട്ടുക. നോക്കുക, ഇവിടെ ഞാൻ 21 എന്ന് പറയുന്ന ഒരു രണ്ടക്ക സംഖ്യ എടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടക്ക സംഖ്യ എടുത്തോ. ഞാൻ ഇവിടെ 21 എടുത്തു. ഇതിന് ഞാൻ തിരിച്ചിട്ടു, അതായത് 12 എന്ന് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യുവാണ്, ഇവരെ തമ്മിൽ കൂട്ടുകയാണ്. 21നെ തല തിരിച്ചിട്ടാൽ 12, അവരെ തമ്മിൽ കൂട്ടിയാൽ എനിക്ക് കിട്ടുന്നത് 33. സംശയമില്ലല്ലോ. ഈ 33 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 11ന്റെ ഗുണിതമാണ്. അപ്പൊ ഇവർ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം, രണ്ടക്ക സംഖ്യ, അതിനെ തല തിരിച്ചെഴുതാം, കൂട്ടാം, കിട്ടുന്ന ഉത്തരം 11ന്റെ ഗുണിതമായിരിക്കും. ആഹാ, അത് ശരിയാവോ? നമുക്കത് പരീക്ഷിച്ച് നോക്കാം അല്ലെ. ഫോർ എക്സാമ്പിൾ ഞാൻ നമ്പർ എടുക്കുവാണ് 43. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 43 എന്ന് പറയുന്ന നമ്പറെ തല തിരിച്ചെഴുതണം, അത് കൂട്ടി നോക്കണം, എന്നിട്ട് അത് 11ന്റെ ഗുണിതമാണോ അല്ലയോ എന്നുള്ള താഴത്ത് കമന്റ് ആയിട്ട് പറയണം. അത് നിങ്ങൾക്കുള്ളൊരു പണി. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ് എന്തുകൊണ്ടാണ് ഇവരെല്ലാരും 11ന്റെ ഗുണിതമാകുന്നത്? ഓൾജിബ്ര യൂസ് ചെയ്ത് പറയണം. യെസ്, അതിന് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് 21 എന്ന് പറയുന്ന നമ്പർ എടുത്തു. ഈ 21 എത്ര 10കൾ ഉണ്ടടാ? അതായത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, 21 എത്ര 10 രൂപ നോട്ടുകൾ ഉണ്ട്? 2 എണ്ണം. 2 × 10 + 1. ശരിയാണേ. ഇനി 12 എന്ന് പറയുന്നതിലോ ഒരു 10 രൂപ. 1 × 10 + 2. അതായത് നിങ്ങൾക്ക് ഏത് നമ്പറും, ഞാൻ നോക്കിക്കോ, 34 എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, 3 × 10 + 4 എന്ന് എഴുതാം. 56 എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാം, 5 × 10 + 6 എന്ന് എഴുതാം. അതായത് ഏത് രണ്ടക്ക സംഖ്യയും എനിക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ XYനെ ഞാൻ എങ്ങനെ എഴുതും? XYനെ ഞാൻ ഇങ്ങനെ എഴുതും. എങ്ങനെ? x × 10 + y, അതായത് 5x + y. 5 അല്ലല്ലോ, 10 അല്ലേ. 10x + y എന്ന് എഴുതും. അടുത്തത് നോക്കി, yx, അതായത് അതിനെ തിരിച്ചിട്ടു. അപ്പൊ എന്താ വരിക, y × 10 + x, അതായത് 10y + x. അപ്പൊ ഒരു നമ്പർ ഇങ്ങനെ എഴുതുമ്പോഴും തല തിരിച്ച് എഴുതുമ്പോൾ ഇതാണ് വ്യത്യാസം. ഇത് അറിഞ്ഞിരുന്നാൽ ഡൺ, കഴിഞ്ഞു, സംഗതി സെറ്റാ. ഇവിടെ നോക്കി, ഇനി ഇവരെ നമ്മൾ കൂട്ടാൻ പോവാണ്. അപ്പൊ XY നമ്മൾ എങ്ങനെയാ എഴുതിയേ? XY എന്ന് പറയുന്ന ആളെ നമ്മൾ എഴുതിയത് ഇങ്ങനെയാണ്. എന്ത്? 10x + y. YXന് നമ്മൾ എങ്ങനെയാ എഴുതിയത്? 10y + x. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ കൂട്ടാം സിമ്പിളാ. ഇവിടെ നോക്കിക്കോ, എന്റെ കയ്യിൽ 11 മിഠായി ഉണ്ടായിരുന്നു, ഒരു മിഠായി കൂടെ ചേർന്നു അല്ലെ. എന്റെ കയ്യിൽ 10 മിഠായി ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ഒരു മിഠായി കൂടെ ചേർന്നു. അപ്പൊ എന്തായി? 11 മിഠായി. അടുത്ത് നോക്കുക, എന്റെ കയ്യിൽ ഒരു മിഠായി ഉണ്ടായിരുന്നു, പിന്നെ ഒരു 10 മിഠായും കൂടെ ചേർന്നപ്പോൾ എന്തായി? 11 മിഠായി. അപ്പൊ ഇവിടെയും 11, ഇവിടെയും 11, ഇവിടെയും 11. നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു, x + y. അപ്പൊ നിങ്ങൾ ഏത് രണ്ടക്ക സംഖ്യ എടുത്താലും അത് എന്ത് തന്നെയായിരിക്കും? 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇങ്ങനെയാണ് ഓൾജിബ്രായിക്കലി നമ്മളിത് പറയുക. അപ്പൊ ഇതിൽ നിങ്ങൾ കാര്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇങ്ങനെ എഴുതാനാണ് അറിഞ്ഞിരിക്കേണ്ടത്.
പിന്നെ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ മാറി 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 വരും. പക്ഷെ ഇങ്ങനെ ഈ ഒരു സാധനം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പറ്റും, കൃത്യമായിട്ട് ചെയ്യാനായിട്ടും പറ്റും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്ര അടിപൊളിയായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഈ ചോദ്യം മാത്രമല്ല എല്ലാ ചോദ്യങ്ങളും, ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും ലേറ്റ് ആയിട്ടില്ല, ഏർലി ബേർഡ് ഓഫർ ഇപ്പോഴും ഉണ്ട്. വേഗം തന്നെ ജോയിൻ ചെയ്യുക, ഈ കാണുന്ന നമ്പറിൽ സീറ്റ് ബുക്ക് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് സെറ്റാക്കി ആനുവൽ എക്സാം അടിപൊളിയായിട്ട് എഴുതാം.